സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ പാറശാല മുതൽ കാസർഗോഡ് വരെ UDFന്റെ തരംഗമാണ് കാണാൻ കഴിയുന്നത്. കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ UDFന്റെ ഒരു സമഗ്രാധിപത്യവും വൻ മുന്നേറ്റവും നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ തവണ വെറും ഒരു കോർപ്പറേഷനിൽ മാത്രം ഒതുങ്ങിയ UDF ഇത്തവണ അത് നിലനിർത്തുകയും 3 LDF നിന്നും പിടിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ മൊത്തം 6 കോർപ്പറേഷനുകളിൽ 4 UDF ഭരണം ഇത്തവണ ഉറപ്പിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കോർപ്പറേഷൻ എന്ന് പറയുന്നത് കൊല്ലമാണ്. കൊല്ലത്ത് കഴിഞ്ഞ 25 വർഷമായിട്ട് LDFന്റെ ഭരണമാണ്. LDFന്റെ കോട്ടയാണ് കൊല്ലം ജില്ല എന്ന് തന്നെ പറയുന്നത്. അതിൽ കൊല്ലം കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ അവരുടെ ഒരു സമഗ്രാധിപത്യം എല്ലാ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇത്തവണ കഥ മാറിമറിഞ്ഞു, എല്ലാം ചരിത്രമായിട്ട് അവശേഷിച്ചു. അവിടെ UDF ഒറ്റക്കെട്ടായി നിന്നപ്പോൾ വമ്പിച്ച വിജയമാണ് UDFന് നേടാൻ കഴിഞ്ഞത്. കൊല്ലത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ കൊല്ലം കോർപ്പറേഷനിൽ UDF 27 സീറ്റുകളാണ് വിജയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ വെറും 9 സീറ്റുകൾ മാത്രമാണ് UDFന് അവിടെ ഉണ്ടായിരുന്നത്. അവിടെ നിന്നുമാണ് UDF ഇത്തവണ 27 സീറ്റുകളോടുകൂടി കൊല്ലം കോർപ്പറേഷന്റെ ഭരണം പിടിച്ചെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഭരണത്തിലുണ്ടായിരുന്ന ഏതാണ്ട് 39ഓളം സീറ്റുകൾ ഉണ്ടായിരുന്ന LDF ഇത്തവണ 16 സീറ്റുകളിലേക്ക് ഒതുങ്ങി. NDA നില മെച്ചപ്പെടുത്തി 12 സീറ്റുകളിലേക്ക് NDAക്ക് തങ്ങളുടെ അംഗബലം വർദ്ധിപ്പിക്കാൻ ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും UDFന്റെ കൊല്ലത്തെ കോർപ്പറേഷനിലെ വിജയം അത് ഒരുപക്ഷെ ഒരു ചരിത്ര വിജയമായിട്ട് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. കോൺഗ്രസിലെ മുൻ മന്ത്രിയുമൊക്കെയായിരുന്ന VS ശിവകുമാറിനായിരുന്നു അവിടെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല. ഒപ്പം തന്നെ കൊല്ലം MP NK പ്രേമചന്ദ്രന്റെ കൂടി മേൽനോട്ടത്തിലും അദ്ദേഹത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലുമാണ് കൊല്ലം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം നടന്നത്. അവിടെ ടീം UDF എന്ന നിലയിൽ ഒറ്റക്കെട്ടായിട്ട് അവിടെ ആ സംവിധാനത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചു. അതിന്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ 25 വർഷമായിട്ട് സ്വന്തം കുത്തകയാക്കി വെച്ചിരുന്ന കൊല്ലം കോർപ്പറേഷന്റെ ഭരണം LDFൽ നിന്നും പിടിച്ചെടുക്കാൻ UDFന് സഹായകമായത്. രണ്ടാമത്തെ കോർപ്പറേഷൻ കൊച്ചിയാണ്. എറണാകുളം കോൺഗ്രസിന്റെ UDFന്റെ പരമ്പരാഗത കോട്ടകളിലൊന്നാണ്. എന്നാൽ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് കൊച്ചി കോർപ്പറേഷൻ കൈമോശം വരുന്ന ഒരു കാഴ്ച കണ്ടു. അവിടെ അന്ന് വിമതന്മാരാണ് വിധി എഴുതിയത്. ഇത്തവണയും ഏതാണ്ട് 10ഓളം വാർഡുകളിൽ വിമതന്മാരുടെ ഒരു ശല്യമുണ്ടായിരുന്നു. ആ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു LDF ഉണ്ടായിരുന്നത്. വിമതന്മാര് ഇത്തവണയും UDFന്റെ വിധി നിർണ്ണയിക്കും, അങ്ങനെ തങ്ങൾക്ക് ആ ഭരണം നിലനിർത്താൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷ LDF ഉണ്ടായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം തച്ചുടച്ചുകൊണ്ട് ഉഗ്രവിജയമാണ് കൊച്ചി കോർപ്പറേഷനിൽ UDF നേടിയിരിക്കുന്നത്. ആകെ 76 വാർഡുകളാണ് കൊച്ചി കോർപ്പറേഷനിലുള്ളത്. അതിൽ 46 വാർഡുകളും UDF ഇത്തവണ സ്വന്തമാക്കിയിരിക്കുകയാണ്. അങ്ങനെ 2/3 മെജോറിറ്റിയോടുകൂടി കൊച്ചി കോർപ്പറേഷന്റെ ഭരണം ഒരിടവേളയ്ക്ക് ശേഷം UDF തിരിച്ചു പിടിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ 2020 ഒരു മുന്നണി എന്നുള്ള നിലയിൽ കൊച്ചി കോർപ്പറേഷനിലെ ഏറ്റവും വലിയ കക്ഷി UDF ആയിരുന്നു. 30 സീറ്റുകൾ UDFന് അവിടെ ലഭിച്ചു. LDFന് 28 സീറ്റുകളാണ് ലഭിച്ചത്. എന്നാൽ സ്വതന്ത്രന്മാരായിട്ട് വിജയിച്ചവരുടെ പിന്തുണയോടുകൂടിയാണ് LDF അവിടെ ഭരണം നേടിയത്. എന്നാൽ ഇത്തവണ അതിനൊന്നുമുള്ള യാതൊരു സാധ്യതകളും കോൺഗ്രസും UDFും അവശേഷിപ്പിച്ചില്ല. കോർപ്പറേഷനെ സംബന്ധിച്ച് ജില്ലയിൽ നിന്നുള്ള MLAയും പ്രതിപക്ഷ നേതാവും കൂടിയായ VD സതീശനായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ ചുമതല. ഒപ്പം തന്നെ UDF എന്നുള്ള സംവിധാനം വലിയ ആവേശത്തോടുകൂടി ഒറ്റക്കെട്ടായി തന്നെ ഇവിടെ പ്രവർത്തിക്കുകയും ചെയ്തു. DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടന്നത്. അതിനൊപ്പം തന്നെ VD സതീശനെ പോലെ ഒരു നേതാവിന്റെ നേതൃത്വവും അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി ഒത്തുചേർന്നപ്പോൾ UDFനെ സംബന്ധിച്ച് അത്യുജ്വലമായ ഒരു വിജയമാണ് കൊച്ചി കോർപ്പറേഷനിൽ നേടാൻ കഴിഞ്ഞത്. 10 വിമതന്മാര് മത്സരിച്ചു. അവരെയൊക്കെ തന്നെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് എല്ലാ ഇടങ്ങളിലും, ഈ വിമതന്മാരുള്ള സ്ഥലങ്ങളിൽ പോലും UDF വലിയ മാർജിനിലുള്ള വിജയമാണ് സ്വന്തമാക്കിയത്. ഈ വിമതന്മാരെയൊക്കെ മെരുക്കാനായിട്ട് അവസാന നിമിഷം വരെ UDF കോൺഗ്രസ് ഒക്കെ തന്നെ ശ്രമിച്ചിരുന്നു. എന്നാൽ അവരൊന്നും വഴങ്ങിയില്ല. പാർട്ടിക്ക് വിരുദ്ധമായിട്ട് അവരെ മത്സരരംഗത്തേക്ക് പോവുകയായിരുന്നു. എന്നാൽ അവരെയൊക്കെ തന്നെ പിന്നീട് പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അവരൊന്നും തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചില്ല. അതായത് ജനങ്ങൾ ഒന്നടങ്കം ഒരു തീരുമാനം എടുത്തുകൊണ്ടായിരുന്നു പോളിംഗ് ബൂത്തിലേക്ക് പോയത് എന്ന് ഉറപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു ഫലമാണ് ഇത്തവണ കൊച്ചി കോർപ്പറേഷനിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിമതന്മാരുടെ ശല്യങ്ങളെ എല്ലാം മറികടന്നുകൊണ്ട് 46 സീറ്റുകളോടെ
വമ്പൻ ഭൂരിപക്ഷത്തോടുകൂടി കൊച്ചി കോർപ്പറേഷൻ വീണ്ടും തിരിച്ചു പിടിക്കാനായിട്ട് UDF സഹായകമായത്. മൂന്നാമത്തെ കോർപ്പറേഷൻ അത് തൃശ്ശൂരാണ്. അവിടെയും UDF ഉജ്ജ്വലമായ വിജയമാണ് ഇത്തവണ സ്വന്തമാക്കിയത്. കഴിഞ്ഞ തവണ കൈമോശം വന്ന ഒരൊറ്റ സീറ്റിന്റെ ഭൂരിപക്ഷത്തിനാണ് LDF അവിടെ കഴിഞ്ഞ 5 വർഷം ഭരിച്ചത്. UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ച MK വർഗീസ് പിന്നീട് അദ്ദേഹം മേയർ സ്ഥാനം ലഭിക്കാൻ വേണ്ടിയിട്ട് മറുകണ്ഠം ചാടി LDF ചേരുകയായിരുന്നു. അങ്ങനെയാണ് അവിടെ LDF ഭരണം ലഭിച്ചത്. 24 സീറ്റുകൾ വീതമാണ് കഴിഞ്ഞ തവണ രണ്ടുപേർക്കും ഉണ്ടായിരുന്നത്. MK വർഗീസിന്റെ സീറ്റുകൾ കൂടി നോക്കിയാൽ UDF 25 സീറ്റുകൾ അവിടെ ഉണ്ടായിരുന്നതാണ്. എന്നാൽ MK വർഗീസ് മേയർ സ്ഥാനം ആഗ്രഹിച്ചുകൊണ്ട് പാർട്ടിയെയും മുന്നണിയും ചതിച്ചപ്പുറത്ത് പോവുകയായിരുന്നു. അങ്ങനെ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമായ തൃശൂർ കോർപ്പറേഷന്റെ ഭരണം ഇത്തവണ മനോഹരമായ ഒരു ത്രസിപ്പിക്കുന്ന ഒരു വിജയത്തോടു കൂടി UDF തിരിച്ചു പിടിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇത്തവണ 33 സീറ്റുകളാണ് UDF സ്വന്തമാക്കിയിരിക്കുന്നത്. LDF 24-ൽ നിന്നും 11-ലേക്ക് താഴുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. NDA അവിടെ അവരുടെ നില മെച്ചപ്പെടുത്തി. നേരത്തെ 6 സീറ്റുകൾ ഉണ്ടായിരുന്നത് ഇത്തവണ അവരെ 8 ആയിട്ട് വർദ്ധിപ്പിച്ചു. അതൊന്നും തന്നെ UDF സംബന്ധിച്ച് പ്രശ്നമായിട്ട് മാറിയില്ല. നമുക്കറിയാം, തൃശൂർ എന്ന് പറയുന്നത് നിലവിൽ BJP MP ഉള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ്. ആ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന തൃശൂർ കോർപ്പറേഷനിൽ പക്ഷേ BJPക്ക് കാര്യമായ ഒരു ചലനവും സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. അവിടെ UDF തകർപ്പൻ വിജയം സ്വന്തമാക്കി. അതും ഈ പറഞ്ഞതുപോലെ തന്നെ ടീം UDF ഒരു പ്രവർത്തനത്തിന്റെ മികവ് തന്നെയാണ് എന്ന് നമുക്ക് വിലയിരുത്താം. അവിടെ MLA കൂടിയായ യുവ നേതാവ് റൂജി M. ജോണിനായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ ചുമതല. അതൊക്കെ തന്നെ UDF വിജയത്തിൽ നിർണായക ഘടകങ്ങളായി. UDF ഇത്തവണ ജയിച്ച 4ാമത്തെ കോർപ്പറേഷൻ അത് കണ്ണൂരാണ്. കണ്ണൂർ കോർപ്പറേഷൻ UDF നിലനിർത്തുകയാണ് ചെയ്തത്. കഴിഞ്ഞ തവണ UDF ലഭിച്ച ഏക കോർപ്പറേഷൻ ആയിരുന്നു കണ്ണൂരിലേത്. അത് മികച്ച വിജയത്തോടു കൂടി ഇത്തവണ നിലനിർത്താൻ UDF കഴിഞ്ഞു. കഴിഞ്ഞ തവണ 34 സീറ്റുകളാണ് UDF ജയിച്ചതെങ്കിൽ ഇത്തവണ അത് 36 ആയിട്ട് വർദ്ധിപ്പിക്കാൻ UDF കഴിഞ്ഞിട്ടുണ്ട്. LDF 19 സീറ്റുകൾ നേടിയെങ്കിൽ ഇത്തവണ അത് 15 ആയിട്ട് കുറഞ്ഞു. NDAക്ക് 4 സീറ്റുകളുമാണ് അവിടെ ലഭിച്ചത്. കണ്ണൂർ കോർപ്പറേഷനിൽ K. സുധാകരൻ MPക്കായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുണ്ടായിരുന്നത്. അവിടെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ കോർപ്പറേഷൻ ഭരണം തിരികെ പിടിക്കാനായിട്ട് LDF ശ്രമിച്ചിരുന്നു, നടത്തിയിരുന്നു. എന്നാൽ അതൊന്നും തന്നെ വിജയിച്ചില്ല. മാത്രവുമല്ല, കോൺഗ്രസിലെ ഒരു വിഭാഗം മുൻ ഡെപ്യൂട്ടി മേയറൊക്കെ ആയിരുന്ന PK രാഗേഷിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം UDF വിമതരായിട്ട് മത്സരിക്കുന്ന അല്ലെങ്കിൽ UDF എതിരായിട്ട് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ കണ്ണൂരിൽ ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ തന്നെ പ്രതീക്ഷയിലായിരുന്നു LDF. എന്നാൽ അതൊന്നും തന്നെ LDF തുണച്ചില്ല ഇത്തവണ. മാത്രവുമല്ല, കഴിഞ്ഞ തവണ UDF ഉണ്ടായിരുന്നതിനേക്കാൾ 2 സീറ്റുകൾ അധികമായിട്ട് നേടാനും UDF സാധിച്ചിട്ടുണ്ട്. അവിടെ കോൺഗ്രസ് തങ്ങളുടെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാട്ടിയത് KPCC അംഗം കൂടിയായ യുവ നേതാവ് റിജിൽ ചന്ദ്രൻ മാക്കുറ്റിയാണ്. റിജില് തന്റെ ആദ്യകടലായി എന്ന് പറയുന്ന ഡിവിഷനിൽ കഴിഞ്ഞ 2 തവണയും CPM ജയിച്ച ഡിവിഷനാണ്. അവിടെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടിയാണ് ആ വാർഡ് പിടിച്ചെടുത്തിരിക്കുന്നത്. അങ്ങനെ ഉജ്ജ്വല വിജയം UDF അവിടെ നേടി. അങ്ങനെ ആ കോർപ്പറേഷൻ നിലനിർത്തി. അങ്ങനെ 4 കോർപ്പറേഷനുകളിലും UDF വമ്പിച്ച ഒരു മുന്നേറ്റമാണ് ഇത്തവണ നടത്തിയിരിക്കുന്നത്. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകമാനം UDF ഒരു തരംഗം അലയടിക്കുകയായിരുന്നു എന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഭരണത്തിൽ നിന്നും LDF ഒന്ന് ഇറക്കി വിടാൻ തങ്ങൾ കാത്തിരിക്കുകയായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധമുള്ള ഒരു ഫലമാണ് ഉണ്ടായിരിക്കുന്നത്. പോളിംഗ് ബൂത്തിലേക്ക് 2 ഘട്ടമായി നടന്ന തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിലേക്ക് ജനം പോയപ്പോൾ ഈ സർക്കാരിനെതിരായിട്ടുള്ള, സർക്കാരിനെ വീഴ്ത്താനുള്ള ആഞ്ഞ കുത്തലുകളായിട്ട് ആ ഓരോ വോട്ടുകളും മാറി എന്ന് നമുക്ക് ഈ ഫലം വരുമ്പോൾ വിലയിരുത്താൻ സാധിക്കുന്നുണ്ട്. എന്തായാലും LDF സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടിയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായിട്ട് ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികളിലും എല്ലാം തന്നെ ബഹുദൂരം മുന്നിലേക്ക് പോകാൻ UDF സാധിച്ചു. അത് വലിയൊരു ആത്മവിശ്വാസം UDF നൽകുന്നുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു ആത്മവിശ്വാസം UDF കോൺഗ്രസിനും കൂടുതൽ ഊർജം നൽകുന്ന ഒന്നായിരിക്കും.